വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സജീവ് ആൻഡ് ബിൻസി. അവരുടെ 8ാമത്തെ വിവാഹ വാർഷിക ദിവസമാണെന്ന്. ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിക്കാം. കർത്താവെ, സജീവനും ബിൻസിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ 8ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇരുവർക്കും കർത്താവെ ഇന്നവർ ചെയ്യുന്നതിനേക്കാൾ നല്ല ജോലി ലഭിക്കട്ടെ. അതോടൊപ്പം കർത്താവെ സ്വന്തമായ ഭവനമുണ്ടാകട്ടെ. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ യേശുവിനെ അറിയട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകരോട് ചേർന്ന് ഈ എപ്പിസോഡ് എയർ ചെയ്യുവാൻ സാധിപ്പിച്ച ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവർ പോലും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ അവർ മേൽ വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർന്ന് ഇന്നലെ കണ്ട അടിമാലിയിൽ നൽകപ്പെട്ട ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലെ ആ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനാപൂർവ്വം അത് കേൾക്കണം. ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ വീണ്ടും വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ബ്രദർ ഡാമിയൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ. ബ്ലെസ്സിംഗ് സെന്റർ, എടപ്പള്ളി, എറണാകുളം. സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. സുവിശേഷം പ്രസംഗിച്ചത് നിമിത്തം പൗലോസിനെയും കൂടെ ഉണ്ടായിരുന്ന സൈലസ് അല്ലെങ്കിൽ ശീലാസ് എന്ന് പറയുന്ന കൂട്ടുകാരനെയും കൊണ്ടുപോയി ജയിലിലിട്ടു. ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ ജയിലിൽ അവർ മാത്രമല്ല, വേറെ പല തടവുപുള്ളികളും ഉണ്ട്. അവരെല്ലാം കൂടെ ജയിലിൽ കിടക്കുമ്പോൾ ഇവരെല്ലാം കൈകളിലെല്ലാം വിലങ്ങ് വെച്ച് കാലുകളെല്ലാം ആമത്തിലിട്ട് പൂട്ടി വാതിൽ വലിയ ഇരുമ്പ് ഗേറ്റുകൾ കൊണ്ട് അതെല്ലാം അടച്ച് വാതിലുകളെല്ലാം ഭദ്രമാക്കി കാവൽക്കാർ കാവൽ നിൽക്കുകയാണ്. തടവുപുള്ളികൾ ചാടിപ്പോകാതിരിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർദ്ധരാത്രിയായി, രാത്രി ഏതാണ്ട് 12 മണിയായ സമയത്ത് പൗലോസും കൂടെയുള്ള വ്യക്തിയും തൻ്റെ സുഹൃത്തും കൂടെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി ദൈവത്തെ. അവർ പാട്ടുകൾ പാടി, ഇവരുടെ കൈകളിലെല്ലാം ചങ്ങലയാ. ആ ചങ്ങലയൊക്കെ ഇട്ട് കുലുക്കി കൈകൊട്ടി അവരങ്ങ് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. സംഭവിച്ചതെന്നറിയാമോ? ആ ജയിലിന്റെ അടിത്തറ വരെ ഇളകാൻ തുടങ്ങി. ഇളകുക മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന തടവ് പുള്ളികളുടെ എല്ലാവരുടെയും ചങ്ങലകൾ മുഴുവൻ പൊട്ടിപ്പോയി. വാതിലുകളെല്ലാം തന്നെ തുറന്നു. ആ കാരാഗൃഹത്തിൽ എല്ലാവരെയും കാത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു കാര്യം മനസ്സിലായി: തടവുള്ളികൾ മുഴുവൻ ചാടിക്കഴിഞ്ഞാൽ ഈ ആൾ കുറ്റവാളിയായി മാറും. ഇയാളെയാണ് ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരു വാള് കയ്യിലെടുത്തു. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഈ മനുഷ്യൻ തയ്യാറെടുക്കുമ്പോൾ പൗലോസ്, ശീലാസ്, ഈ 2 സുഹൃത്തുക്കൾ ഓടി ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നീ ചാകണ്ട. ഞങ്ങൾ ആരും ഓടിയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ആരും ചാടിപ്പോകാൻ പോകുന്നില്ല. ഓക്കെ, ഞങ്ങൾ ആരും പോകുന്നില്ല. ആ സമയത്ത് ആ ജയിലർ, കാരാഗൃഹ പ്രമാണി അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ പൗലോസ് അദ്ദേഹത്തോട് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും കാരാഗൃഹം കാത്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ഈ പ്രിസണിൽ ജയിലറായി സേവനമനുഷ്ഠിക്കുന്ന നീ രക്ഷ പ്രാപിക്കും. നീ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ഇതിൽ പലരെയുണ്ട് ഇനി അങ്ങോട്ട് എന്തിനാ ജീവിച്ചിട്ട് എന്ന് വിചാരിച്ച് നിരാശയിൽ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് വിചാരിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. കർത്താവ് വ്യക്തമായി പറയുന്നു, ആത്മഹത്യ അല്ല പരിഹാരം. പരിഹാരം കർത്താവായ യേശുവാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന നിന്നെ പിടിച്ച് രക്ഷ നൽകി നല്ലൊരു ഭാവി നൽകാൻ ദൈവത്തിന് സാധിക്കും. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. വീണ്ടും വീണ്ടും കർത്താവ് എന്നോട് പറയുന്നു, പ്രോപ്പർട്ടി സംബന്ധമായി ഷെയർ, പ്രോപ്പർട്ടി, അങ്ങനെയുള്ള വസ്തുവോട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇതിലുണ്ട്. ആ ചുറ്റിക്കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുകയാണ്. ദൈവം നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്.
രോഗസൗഖ്യം മാത്രമല്ല, ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് വിഷയം ഉണ്ടെങ്കിലും വിടുവിക്കുവാൻ ഈ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മടങ്ങിപ്പോകുന്നത് വിടുതലുമായിട്ടായിരിക്കും. ഹല്ലേലൂയ. ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, പൊട്ടിപ്പാളീസാകുമല്ല, ചത്തുപോയതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. താങ്ക് യു ജീസസ്. ചിട്ടിക്കമ്പനി നടത്തി പൊളിഞ്ഞ് പാളീസായി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് കർത്താവ് പറയുന്നു. ചിട്ടിക്കമ്പനികൾ നടത്തി അതിൽ തകർച്ച വന്നവർ. എന്നാൽ കർത്താവ് ചുമ്മാ അല്ല, നിന്നെ പണിത് 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 മാന്യതയോടെ നിനക്കൊരു ഭാവി നൽകാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അന്ന് രാത്രി അവിടെ ഉണ്ടായ സംഭവങ്ങൾ ബാക്കി കേൾക്കണോ? പൗലോസ് പറഞ്ഞു, നീ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ആരും പോകാനും പോകുന്നില്ല. പക്ഷേ നീ ഇങ്ങനെ പോയാൽ നശിച്ചു പോകും. തടവുള്ളികളൊക്കെ കാത്തുകൊണ്ടിരുന്നാൽ പോരാ, നീ ഇതുപോലെ ജീവിച്ചാൽ നീ നശിച്ചു പോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. നീ ഏത് ജാതിയാണോ മതമാണോ അതെനിക്കറിയേണ്ട ആവശ്യമില്ല. രക്ഷ പ്രാപിക്കുവാൻ ബൈബിൾ പറയുന്നു ഒരൊറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ 14:6 യേശു വ്യക്തമായി ശക്തമായി എക്കാലത്തുമുള്ള എല്ലാ തലമുറകൾക്കും വേണ്ടി യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ചേർന്ന് പറഞ്ഞ, വഴിയും സത്യവും ജീവനും യേശുവാകുന്നു, യേശുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അല്പനേരം ചിന്തിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് പറയണം. എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ, സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി? യേശു എന്ന വഴി. എല്ലാവരും ചേർന്ന് പറഞ്ഞ, വഴിയും, അല്പം കൂടെ വോളിയത്തിൽ, വഴിയും സത്യവും ജീവനും യേശുവാകുന്നു, യേശുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ കാരാഗൃഹ പ്രമാണിക്ക് നല്ല വലിയ ഉദ്യോഗസ്ഥനൊക്കെയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ആത്മാവിൽ ജീവൻ പ്രാപിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കർത്താവ് രോഗസൗഖ്യം തരും, വിടുതലുകൾ തരും, മദ്യപാനത്തിൽ നിന്ന് വ്യത്യാസം തരും, കടത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും. എന്തനുഗ്രഹം വേണമെങ്കിലും മഴയായി പെയ്യിച്ച് നമ്മെ നടത്തുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എല്ലാ അനുഗ്രഹങ്ങളും വന്ന് നിറഞ്ഞാലും നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ഈ കിട്ടിയതെല്ലാം വെറുതെയാണ്. അതെല്ലാം ഇവിടെ ഇട്ട ശേഷം നമ്മൾ പോകും. പക്ഷെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ദൈവത്തിൽ നിന്നും അകന്ന് എന്നേക്കും നരകത്തിൽ ചെന്ന് വീഴും. നരകത്തിയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ശമ്പളം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? മരണം. മരണം 2 തരത്തിലുണ്ട്. ഒന്ന് 60 വയസ്സാകുമ്പോൾ, 70 വയസ്സാകുമ്പോൾ, 80 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് തീരുമ്പോൾ നമ്മുടെ ഈ ശരീരം മരിക്കും. അതാണ് ഒന്നാം മരണം. എന്നാൽ രണ്ടാമതൊരു മരണമുണ്ട്, അത് ആത്മീയ മരണമാണ്. ആത്മീയ മരണം, രണ്ടാം മരണം എന്ന് പറയുന്നത്, മരണശേഷം നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ആ ആത്മാവ് നിത്യമായ തീപ്പൊയ്കയിൽ അഗ്നി നരകത്തിൽ ചെന്ന് വീഴുന്നതാണ് രണ്ടാം മരണം. അത് നിത്യമരണമാണ്. അതിൽ ആർക്കും മോചനമില്ല. എന്നാൽ ആ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അവൻ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, വായ് കൊണ്ട് പറയുക, യേശു എൻ്റെ കർത്താവാണ്, ഈ യേശുവിനായി മാത്രം ഞാൻ ജീവിക്കും. അങ്ങനെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോകുന്നവർ
മരണത്തിന്റെ വഴിയിൽ നിന്നും ജീവന്റെ വഴിയിലേക്ക് വഴി മാറി നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എല്ലാവരും നടക്കുന്ന വഴി വലിയ പെരുവഴിയാ. കർത്താവ് യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, മരണത്തിലേക്ക് അഥവാ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വലുതും വഴി വിശാലവും, അതിലൂടെ പോകുന്നവർ അനേകരുമാകുന്നു. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ചെറുതാണ്, വഴി ഇടുക്കമുള്ളതാണ്, അതിലൂടെ പോകുന്നവർ ചുരുക്കമാണ്. തീരുമാനിക്കുക ഏത് വഴിയിൽ നടക്കണം. എല്ലാവരും പോകുന്ന വിശാലമായ വഴിയിലൂടെ ചെന്ന് നിത്യ നരകത്തിൽ നിത്യനാശത്തിൽ വീഴണോ, അതോ ജീവന്റെ വഴിയിലൂടെ ചെന്ന് യേശുവിന്റെ അടുക്കൽ, സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എന്നേക്കും നിത്യ രാജ്യത്തിൽ ചെന്ന് ജീവിക്കണോ? ഇന്ന് തീരുമാനിക്കുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇന്ന് തീരുമാനിക്കുക. പൗലോസ്, ശീലാസ്, ആ സുഹൃത്തുക്കൾ ജയിലറോട് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. ഏത് രക്ഷയാണത്? പാപത്തിൽ നിന്നുള്ള രക്ഷ, നരകത്തിൽ നിന്നുള്ള രക്ഷ. അതല്ലാതെ യേശു അല്ലാതെ പലതിലും വിശ്വസിച്ച് പല വഴികളിലൂടെ പോയാൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത്. അവിടെ സംഭവിച്ചതറിയാമോ? ആ രാത്രിയിൽ ഈ ദൈവദാസന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവർ, ആ കുടുംബം മുഴുവൻ യേശുവിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു. മാത്രമല്ല ആ രാത്രിയിൽ തന്നെ ബൈബിൾ പറയുന്നു അവർക്ക് വേണ്ടി ഒരു സ്നാന ശുശ്രൂഷ നടത്തി. ആ രാത്രിയിൽ തന്നെ അവരെ സ്നാനം കൊടുത്തു. അങ്ങനെ അവർ യേശുവിലേക്ക് വന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ ജയിലിൽ പോയത് നന്നായോ ഇല്ലയോ? അവർ ജയിലിൽ പോയത് കൊണ്ട് അവിടെയുള്ളവരെല്ലാം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവരെ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന തടവുള്ളികളും എല്ലാം പൗലോസ് പറഞ്ഞ പ്രസംഗം അന്ന് രാത്രിയിൽ കേട്ട് കാണും. ഇരുട്ടിലായിരിക്കും ഒരുപക്ഷെ ഈ പ്രസംഗമെല്ലാം നടന്നത്. കാരണം ചെറിയ വെളിച്ചങ്ങൾ എന്തെങ്കിലും വിളക്ക് കത്തിച്ച് വെച്ചാലേ ഉള്ളൂ, വിദ്യുത് ശക്തിയില്ലാത്ത കാലമാണ്. എന്നാൽ ആ പ്രസംഗം അവർ കേട്ട് അവർ വിശ്വസിച്ച് യേശുവിനായി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ വ്യക്തിപരമായി കുഞ്ഞുങ്ങളടക്കം ഇവിടെ ഇരിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വീട്ടുകാർ മുഴുവൻ വിശ്വാസത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരായി വന്ന് കുടുംബം മുഴുവൻ ഇതുപോലെ തന്നെ സ്വർഗത്തിൽ കാണപ്പെടുന്ന നിലകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏതെല്ലാം രീതിയിലുള്ള രക്ഷ? ഒന്ന്, ആത്മാവിന്റെ രക്ഷ. കൂടാതെ കുടുംബത്തിൽ എന്തെല്ലാം കെടുതികളുണ്ട് അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ ഉദ്ധരിക്കാൻ പോകുകയാണ്. അവിടെ നിന്നെല്ലാം ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ദൈവം അനുഗ്രഹങ്ങളാൽ നിറച്ച് മുന്നിലേക്ക് നടത്തും. കാരണം ബൈബിൾ പറയുന്നു, അവൻ്റെ അടുക്കിലേക്ക് വരുന്നവർ, യേശുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മെ ആരെയും നാണം കെടുത്താതെ നടത്താൻ ദൈവത്തിനറിയാം. കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ യേശു കർത്താവ് ഏറ്റെടുക്കും. കുഞ്ഞുങ്ങളുടെ കാര്യം യേശു കർത്താവ് ഏറ്റെടുക്കും. പണത്തിന്റെ കാര്യം യേശു കർത്താവ് ഏറ്റെടുക്കും. യേശു ആത്മാവിന്റെ കർത്താവ് മാത്രമല്ല, കുടുംബത്തിലെ സകല കാര്യങ്ങളുടെയും കർത്താവാണ് നമ്മുടെ യേശു. കൈകളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ്, എൻ്റെ യേശു എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും കർത്താവാകുന്നു. കൈകൾ താഴെയിടാം. ആത്മീയ കാര്യങ്ങൾ യേശു നോക്കും, സാമ്പത്തിക കാര്യങ്ങൾ യേശു നോക്കും, ഭക്ഷണ കാര്യങ്ങൾ കർത്താവ് യേശു നോക്കും, വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ കർത്താവ് നോക്കും, വിവാഹത്തിന്റെ കാര്യങ്ങൾ കർത്താവ് നോക്കും, ബിസിനസിന്റെ കാര്യങ്ങൾ കർത്താവ് തന്നെ നോക്കും, കൃഷി കർത്താവ് നോക്കും, പശുവിനെ വളർത്തുന്നുണ്ടോ കർത്താവ് നോക്കും, വീട്ടിൽ എന്തെല്ലാം പക്ഷിമൃഗാദികളുണ്ടോ യേശു കർത്താവ് ആ കാര്യങ്ങൾ ചെയ്യും. വാഹനങ്ങളുടെ കാര്യങ്ങൾ യേശു നോക്കും. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ കുടുംബത്തിലെ സകലത്തിന്റെയും ചുമതല യേശുവിനായിരിക്കും. കൈകളടിച്ച് ഈ യേശുവിന് നന്ദി പറയാം. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. 1 പത്രോസ് 3-ാം-അധ്യായം 15-ാമത്തെ പറയും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ, കർത്താവിനെ, ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു കർത്താവായി വാഴണം. എല്ലാം കൂടെ ഉള്ളിൽ കൊണ്ട് ഹൃദയത്തിൽ വെക്കരുത്. യേശു മാത്രം ഇവിടെ രാജാവായി, കർത്താവായി, രക്ഷകനായി വാഴണം.
അങ്ങനെ വാഴുമ്പോൾ ജീവിതത്തിൽ മുഴുവൻ മാറ്റങ്ങൾ വരും. 16 വയസ്സുള്ള സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് വേണ്ടി കൊടുത്തു. ഞാൻ യേശുവിനോട് പറഞ്ഞു, ഇന്ന് മുതൽ മൂക്കിൽ ശ്വാസമുള്ളതുവരെ ഞാൻ യേശുവിനായി ജീവിക്കും. വജ്രം പോലെ കഠിനമായൊരു തീരുമാനം ഞാൻ എടുത്തു. അതിനുശേഷം യേശു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞു, നിത്യജീവൻ ഞങ്ങളുടെ അകത്ത് വന്നു. ആത്മാവിൻ്റെ സന്തോഷം, നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് പാപങ്ങൾ മോചിച്ചു കിട്ടി വിടുവിക്കപ്പെട്ടതിൻ്റെ സന്തോഷം. മറുവശത്ത് ഭൗതികമായി വലിയ വിടുതലുകളും വ്യത്യാസങ്ങളും ഉയർച്ചകളും കർത്താവ് തരാൻ തുടങ്ങി. ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക കാര്യങ്ങളിലും യേശു വിടുതൽ തരും. അതല്ലാതെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി യേശു മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേറൊരു സ്ഥലത്തും കൂടെ പോകേണ്ട ഗതികേട് നിങ്ങളിൽ ആർക്കും വരികയില്ല. ആമേൻ പറയാമോ? കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ യേശു മാത്രം മതി. ഉറക്കെ പറഞ്ഞ യേശു മാത്രം മതി. ഉറക്കെ യേശു മാത്രം മതി. ഹല്ലേലൂയ. ആ യേശു സകലത്തിനും മതിയായവനാണ്. എത്ര പേർ അങ്ങനെ ഇന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് വീടുകളിലേക്ക് മടങ്ങും? നമ്മൾ തമ്മിൽ ഇനി നേരിട്ട് ഒരിക്കലും ജീവിതത്തിൽ കണ്ടില്ലേ? തീരുമാനത്തിൽ മാറ്റമുണ്ടാകരുത്. എന്താണ് തീരുമാനം? എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, അത് മുഴുവൻ ഇന്ന് മുതൽ യേശുവിനുള്ളതായിരിക്കും. കാരണം യേശു സ്നേഹിച്ചതുപോലെ ആരും നിന്നെ സ്നേഹിച്ചിട്ടില്ല. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമ്മെ സ്നേഹിച്ച് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ സ്നേഹിച്ച വേറെ ആരും നമുക്കുണ്ടായിട്ടില്ല. ബ്രദർ, ഇദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നാണ്. ജോർജ് മുളന്തുരുത്തിയിൽ നിന്നുള്ള പെരുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 5 വർഷമായി തനിക്കൊണ്ടിരുന്ന ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഹൈ BP ഉണ്ടായിരുന്നു. താൻ ഇതിന് മരുന്ന് കഴിക്കുമായിരുന്നു. ഇവിടെ 1.5 വർഷമായി താൻ തുടർച്ചയായി വരുന്നുമുണ്ട്. ആ സമയത്തെല്ലാം ബ്രദർ ഇതേപോലെ ഹീലിംഗ് പ്രയർ നടത്താൻ, ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ 7 മാസമായിട്ട് തന്റെ ഹൈ കൊളസ്ട്രോളും ഹൈ BPയും ഇല്ല. ചെക്ക് ചെയ്തു. നേരത്തെ 5 വർഷമായിട്ട് മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഡോസ് കൂടിയ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇതെങ്ങനെ മാറി, ഇതെങ്ങനെ പൂർണ്ണമായി മാറി എന്നാണ് ചോദിച്ചത്. ഓക്കെ. അത് മാത്രമല്ല, കഴിഞ്ഞ 1 മാസമായിട്ട് വല്ലാതെ തുടർച്ചയായി ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഡിസംബറിൽ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു, തുടർച്ചയായി ഇങ്ങനെ ചുമയുള്ള വ്യക്തിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. താനത് വിശ്വസിക്കുകയും തന്റെ ചുമ അതുപോലെ നിൽക്കുകയും ചെയ്തു. പിന്നീട് ഇതുവരെ തനിക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ചുമച്ചിട്ടില്ലേ? ചുമക്കോ? ചുമക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ദൈവം ഹീലിങ്സ് എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഓക്കെ. വീണ്ടും കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ഈ ചുമയായിട്ട്, എൻ്റെ വൈഫിന് ഇതേപോലെ ശക്തിയായ ചുമയായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇന്ന് സൗഖ്യം പ്രാപിക്കാം, ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ വരാൻ പറഞ്ഞ. വൈഫ് വന്നില്ല. അന്ന് ആ സെക്കൻഡിൽ പാസ്റ്റർ പ്രോഗ്രാം കഴിഞ്ഞ് ഹീലിംഗ് സമയത്ത് പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ചുമച്ചിട്ടില്ല. ഈ 2 രോഗസൗഖ്യത്തിനുമായി നന്ദി. തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബ്രദർ, ഇദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. മൂന്നാറിൽ നിന്നാണ് ഇദ്ദേഹം ഈ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്. മൂന്നാറിൽ വരികയാണ്. അതെ. ഓക്കെ. ഇദ്ദേഹത്തിന്റെ പ്രശ്നം 6 വർഷത്തോളമായിട്ട് അതികലശലായ വയറുവേദനയും കോൺസ്റ്റിപ്പേഷനും തനിക്കുണ്ടായിരുന്നു. തന്റെ വയറ്റിൽ നിന്ന് പോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടെ താൻ ഇതുമൂലം ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് 3 ദിവസം കൂടുമ്പോഴാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് വയറുവേദനയും മരുന്നുകൾ പലതും മാറി കഴിച്ചു. പക്ഷേ 6 വർഷമായിട്ട് താൻ ഇത് അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ബ്രദർ ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് താൻ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. തനിക്ക് പൂർണ്ണമായി അത് സൗഖ്യമായി. ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും തനിക്കില്ല, മരുന്നും കഴിക്കുന്നില്ല. ഇത് സൗഖ്യം കിട്ടിയത് എത്ര നാൾ മുൻപാണ്? ഒരു 2 മാസമായി കാണും. ഈ കഴിഞ്ഞ 2 മാസമായി വയറിന് ആ പ്രശ്നമില്ല. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. നമുക്ക് വരുന്ന ഓരോ വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞ് ഓർക്കണം. 6 വർഷം
ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ശരിയായ രീതിയിൽ വയറൊഴിയാതെ പ്രയാസപ്പെട്ടു. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം എൻ്റെ പ്രയാസം. 6 വർഷം അദ്ദേഹം സഹിച്ചു. എന്നാൽ യേശു തന്നെ സൗഖ്യമാക്കി. കഴിഞ്ഞ 2 മാസമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കർത്താവെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഈ സൗഖ്യം അന്ത്യം വരെ നിലനിൽക്കട്ടെ. ആമേൻ. വലിയ സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത സജീവനും ബെൻസിക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മാത്രമല്ല, വി വിഷ് യു എ ഹാപ്പി മാരിറ്റൽ ലൈഫ്. ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ബാംഗ്ലൂരിൽ വന്നു ചേരാവുന്ന എല്ലാവരും തന്നെ, ദൂരെയാണെങ്കിൽ പോലും വന്നു ചേരണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. നാളെ ചെന്നൈയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നു ചേരാവുന്നവരെല്ലാം എത്ര ദൂരെയാണെങ്കിലും വന്നു ചേരണം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റന്നാൾ ഞാൻ ഈ ആഴ്ചയിലെല്ലാം പറഞ്ഞ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂറുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ പ്രെയർ നടക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഈ മാർച്ചിൽ നിങ്ങളുടെ പരീക്ഷ നടക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം, ഫൈനൽ എക്സാം ഒക്കെ നടക്കുകയാണെങ്കിൽ വരണം. പ്രത്യേകമായി യേശുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഓരോ കുട്ടികൾക്കും വേണ്ടി വ്യക്തിപരമായി കൈവച്ച് പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുമായി അന്ന് രാവിലെ തന്നെ വരാം. 9:30 മണി മുതൽ അവിടെ സ്പെഷ്യൽ പ്രെയർ നടക്കുന്നുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യാം. 12 മുതൽ പ്രത്യേകിച്ചുള്ള ഈ പ്രെയറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. സോ യു ആർ ഓൾ വെൽക്കം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും നടക്കുന്ന മീറ്റിങ്ങുകൾ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. അനേകർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. എന്നാൽ ഇപ്പോൾ കർത്താവെ, ഈ പ്രോഗ്രാം കാണുന്നവരെ അങ്ങ് സൗഖ്യമാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് യു ഫാദർ. താങ്ക് യു ലോർഡ്. കർത്താവെ, വളരെ വ്യക്തമായ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരു മേൽഗതിയുമില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഒരു പ്രകാശം ഈ സമയത്ത് വന്ന് ചേരുകയാണ്. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വലിയ പ്രകാശം നിങ്ങളുടെ വീടുകളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. വലിയ വിടുതലുകൾ ആ കുടുംബങ്ങളിലേക്ക് വന്നു ചേരട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. കിടപ്പിൽ തന്നെ ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളോട് യേശു പറയുന്നു, എഴുന്നേൽക്കുക. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചോ കട്ടിലിൽ പിടിച്ചോ എഴുന്നേൽക്കുക. എഴുന്നേറ്റിപ്പോൾ നടക്കാൻ തുടങ്ങുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നു. അതുപോലെ ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്ന ക്രച്ചസ് മാറ്റുക. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ പഴുപ്പ് നിറഞ്ഞ വ്യക്തികൾ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഫൈബ്രോയിഡ് മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. അസ്ഥികളുടെ വേദനകൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ നാമത്തിൽ കർത്താവ്, ചെറുതും വലുതുമായ സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് നൽകിയ അത്ഭുതകരമായ വിടുതലിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. സാമ്പത്തിക വിടുതലുകൾ അയക്കണമേ. ഈ സമയത്ത് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആഴ്ചയിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ സന്ദേശം തുടരുന്നതായിരിക്കും. വളരെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളും ഒക്കെ കുത്തി നിറച്ച എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ച വരുന്നത്. ഒരു എപ്പിസോഡ് പോലും കാണാൻ മറക്കരുത്. ബൈബിൾ ആൻഡ് യുവിലേക്ക് നമുക്ക് പോകാം. ഗോഡ് ബ്ലെസ് യു. സീ യു നെക്സ്റ്റ് വീക്ക് ഓൺ മൺഡേ. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ യേശു കർത്താവ്, ബി ദൈവവചനം, സി ജ്ഞാനം, ഡി പരിശുദ്ധാത്മാവ്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D.
ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനം നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. ബൈബിൾ ന്യൂയിലൂടെ ഇനി വീണ്ടും കാണാം. നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, പരീക്ഷയുടെ ടൈം ടേബിൾ എന്നിവ ഫോട്ടോ സഹിതം അയയ്ക്കുക. സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ അയക്കുന്നവർക്ക് വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം എന്ന പ്രാർത്ഥന സൗജന്യമായി അയച്ചു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-422-111. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-422-111, 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.